നമ്മുടെ നാട്ടിലെ പദ്ധതികൾക്ക് വേണ്ടി മാത്രം പണം മുടക്കുന്നത് ഉചിതമല്ല. കേരളത്തിലുടനീളം ഒരുപാട് ആവശ്യങ്ങളുണ്ട് എന്ന് പലരും എന്നെ ഓർമ്മപ്പെടുത്തുമ്പോഴും MC എന്നെ ഇങ്ങോട്ട് തന്നെ വലിച്ചിഴച്ചുകൊണ്ടിരുന്നു. മുടക്കി ആ സ്കൂളിനൊരു കെട്ടിടം. എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്താ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഈ പയ്യന്നൂരിൽ നിന്ന് ഈ വലിയ അരീക്കമലയിലേക്ക് പോകുമ്പോൾ 2-3 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ കണ്ടു. വലിയ സൗകര്യമുള്ള സ്കൂളുകൾ. പക്ഷേ അതേ സൗകര്യത്തിൽ ആ മലമുകളിലുള്ള കുട്ടികൾക്കും പഠിക്കാനുള്ള സംവിധാനം അവിടെ ആയിക്കഴിഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നോക്ക്, നല്ല ട്യൂബ് ലൈറ്റ്, ഫാന്, നല്ല കോൺക്രീറ്റ് ബിൽഡിങ്. ഇനി അഥവാ കാറ്റടിച്ചാലും മഴ പെയ്താലും കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇങ്ങനെയാണ് പൊതുവിദ്യാലയങ്ങളെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടത്. അതിൽ ഒരു ചെറിയൊരു സഹായം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിൽ എനിക്ക് തന്നെ ഒരു സംതൃപ്തിയും സന്തോഷവും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇതിനും മോശമല്ല. 20 ലക്ഷത്തിലേറെ ആയി പൈസ ഇല്ലേ MC ഇങ്ങനെ 16 ഉള്ളെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വീണ്ടും ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ 20 തന്നെ ആയിട്ടുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം. ഇപ്പം രാജ്യസഭ അംഗമാണ്. രാജ്യസഭ അംഗം എന്ന് പറയുമ്പോൾ കേരളത്തെ മുഴുവൻ പ്രതിദാനം ചെയ്യുന്ന ഒരംഗമാണ്. പക്ഷെ എങ്കിൽ പോലും എനിക്ക് ഈ നാടിനോട് സവിശേഷമായിട്ടുള്ള ഒരു സ്നേഹവും കടപ്പാടുമുണ്ട്. ഞാനെന്നുള്ള ഒരു പൊതുപ്രവർത്തകനെ രൂപപ്പെടുത്തിയത് ഈ നാടാണ്. അപ്പം ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്തൊക്കെ ഇതിലൂടെയൊക്കെ എത്രയോ പ്രാവശ്യം കടന്നു പോയിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ നാട്ടുകാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന പാലവും റോഡും ഒക്കെ ഉണ്ടാകണം. ഇപ്പം ഞാനിങ്ങനെ കുടിയാമലയുടെ നിറകിലേക്ക് പോകുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. എത്രയോ വഴികളാണ്, ടാറിംഗ് റോഡുകൾ. അപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് വികസനം വന്നു കഴിഞ്ഞു. ഇപ്പം ഇവിടെ ഇത് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ യഥാർത്ഥം ഞാൻ വിചാരിച്ചു ഈ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ KV ഫിലോമിന ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചത്. എന്താണ് അവർ വരാത്തത്? ജമുന, എന്താണ് വരാത്തവർ? എന്ത് കൗൺസിൽ യോഗം? ജനങ്ങളുടെ ഒരു വികസന പ്രശ്നത്തിലല്ലേ അവർ നിൽക്കേണ്ടത്? വികസനത്തിന് വേണ്ടിയല്ലേ കൗൺസിൽ യോഗം. അപ്പോൾ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലിൻ്റെ ഭാഗവാക്കാകാൻ വേണ്ടിയിട്ട് മുനിസിപ്പൽ ചെയർമാൻ തയ്യാറാകണ്ടേ? വിളിച്ചിരുന്നാ? അപ്പോൾ അത് ഇങ്ങനെ MP പറഞ്ഞു എന്ന് പറയണം കേട്ടാ. എന്താ കാരണം എന്ന് വെച്ചാൽ, അവർ വികസിപ്പിക്കേണ്ട ഒരു വഴി ഡൽഹിയിൽ നിന്ന് MP വന്ന് വികസിപ്പിക്കുമ്പോൾ അതിൻ്റെ ഭാഗമാക്കണം എന്നുള്ളത് അവർക്കും തോന്നേണ്ട കാര്യമാണ്. ഇതിന് രാഷ്ട്രീയമൊന്നുമില്ല. എന്താ കാരണം വെച്ചാൽ, ഞാൻ പണ്ടും പറയാറുണ്ട്, നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ ഒരു കാര്യം വരുമ്പോൾ അവിടെ രാഷ്ട്രീയമൊന്നും വേണ്ടതില്ല. വികസനമാണ് നമ്മുടെ രാഷ്ട്രീയം. ഇവിടെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആൾക്കാരിപ്പുണ്ട്. ജോസ് കെ മാണിയുടെ ആളല്ലേ? നമ്മുടെ സഖ്യകക്ഷിയായിട്ടാ. എന്തൊക്കെ പത്രത്തിൽ വാർത്തയൊക്കെ വരുന്നുണ്ടല്ല, ശരിയല്ലല്ലേ? ശ്രദ്ധിച്ചിട്ടില്ല. ഭയങ്കര തന്ത്രശാലിയായിട്ടുള്ള നേതാവാണ്. അപ്പം നമുക്ക് നാടിൻ്റെ ഒരു പ്രശ്നം, നാടിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും കൂടി ചേർന്ന് നിൽക്കണം. 34 വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ്, പുതിയ ബസ് സ്റ്റാൻഡ്, ഇരിട്ടി. UGC അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ: നഴ്സിംഗ് കെയർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ഫാർമസി അസിസ്റ്റന്റ്, OT ടെക്നീഷ്യൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ: ഹോട്ടൽ മാനേജ്മെന്റ്, ഏവിയേഷൻ, പ്രീ പ്രൈമറി TTC, ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ. കൂടാതെ MBA, BBA, MCom, BCom, +2 സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും. അഡ്മിഷൻ തുടരുന്നു. കേരള കോളേജ്, പുതിയ ബസ് സ്റ്റാൻഡ്, ഇരിട്ടി.